ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. വീടിൻ്റെ ഈ ഒരു ഭാഗത്താണ് അത്യാവശ്യം ലൈറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷൻ ചൂസ് ചെയ്യണം. സോ ഇന്ന് പുഷ് ഡേ ആണ്. ഇപ്പോൾ കറൻ്റ്ലി 2 മണിയായി. നമ്മളൊരു 3:30 ആകുമ്പോഴേക്കും ജിമ്മിന് കയറും. പിന്നെ എന്നോട് ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറേ പേര് ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് എല്ലാവരോടും പറയുന്നത് ഞാൻ ന്യൂട്രീഷണൽ ആസ്പെക്റ്റിൽ ക്വാളിഫൈഡ് അല്ല. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാറുണ്ട് ചിലവർക്ക് റിപ്ലൈ ആയിട്ട്. കാരണം ഒരാൾക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയണം. ഇപ്പം എൻ്റെ തന്നെ ഞാൻ ഓരോ ട്രയൽ ആൻഡ് എറർ മെത്തേഡൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഒരു ഡയറ്റാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ അത്രയ്ക്കും വിശ്വസിച്ച് വരുമ്പോൾ എനിക്ക് ആ ആസ്പെക്റ്റിൽ നോളജ് ഉണ്ടാവണമല്ലോ. അല്ലാണ്ട് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തത്. കാരണം ഡയറ്റ് എന്നൊക്കെ അവർ കൺസിഡർ ചെയ്യുന്നത് അവർക്കൊരു മേജർ ചേഞ്ച് വരാനുള്ള രീതിയിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിന് നമുക്ക് ലിവ് അപ്പ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ നോളജ് വേണം. ഒരു മീലും കൂടി കഴിക്കാണ്ട് ആ മീൽ എന്താണെന്ന് കാട്ടിത്തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിൽ നിന്ന് പുഷ് സെഷൻ. അപ്പോൾ പ്രീ വർക്കൗട്ട് മീൽ ഞാൻ പറഞ്ഞല്ലോ 150 കാലറീസ് കൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഡെഫിസിറ്റിൽ എന്താണ് കഴിച്ചിരുന്നത് അതിന്ന് കുറച്ച് പോർഷൻ ഇൻക്രീസ് ആക്കിയെന്നുള്ളൂ. അപ്പോൾ അധികം കോംപ്ലിക്കേഷൻ ഇല്ല. ഇതാണ് അപ്പോൾ ഭയങ്കര സിമ്പിളാക്കുക നിങ്ങളുടെ ഡയറ്റിനെ. അപ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പോൾ കട്ടിൽ കഴിക്കണതെന്ന് അപ്പോൾ ബൾക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അതുപോലെ ഇപ്പോൾ രാത്രി ഓട്സിൻ്റെ ക്വാണ്ടിറ്റി ചെറുതായി കൂട്ടി, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂട്ടി. അപ്പോൾ 150 കാലറീസ് ഒക്കെ അതായത് ഇൻക്രീസ് ആകും തോറും അത് നമുക്ക് ഭയങ്കര ഇങ്ങനെ ഹെക്ടിക് ആവില്ല ഈ ഡയറ്റ്. ഇപ്പോൾ ഏതാണ് ഇനി ചൂസ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിലൂടെ, അതായത് ഇങ്ങനെയാണ് നിങ്ങൾ ഡയറ്റ് സ്ട്രക്ചർ ചെയ്യുക, ഇതാണ് മാക്രോസ് എന്നുള്ള രീതിയിൽ. അതൊരു ബേസ് ലൈനായിട്ട് നിങ്ങൾക്ക് എന്താണോ വീട്ടിൽ കിട്ടുക അതിനനുസരിച്ചിട്ട് ആദ്യം നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, മൈ ഫിറ്റ്നസ് പാലോ അല്ലെങ്കിൽ ഹെൽത്തി ഫൈവ് മിയൊക്കെ. നിങ്ങൾക്ക് എന്താണോ വീട്ടിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻസ്, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ്, അത് അതിലേക്ക് ലോഗിൻ ചെയ്തിട്ട് ആ ഒരു മാക്രോസിലേക്ക് എത്തിച്ചാൽ മതി. അപ്പം എനിക്ക് തന്നെ ഇപ്പോൾ 2 നേരം ചെയ്യിക്കണം. അപ്പോൾ എനിക്ക് ഐഡിയ കുറവാണ് എങ്ങനെയാണ് ഒരു ഡയറ്റ് മറ്റൊരാൾക്കാർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൾക്ക് ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ഓപ്ഷൻസ് ആവും. അപ്പോൾ ഏതാണ് ബെറ്റർ ചോയ്സ് അതൊക്കെ എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലിപ്പോൾ പനീറാണ് കിട്ടണത് അല്ലെങ്കിൽ ടോഫു ആണ് കിട്ടണത്. അപ്പോൾ ഓക്കെ, ഇന്നിപ്പോൾ ഇത് മെഷർ ചെയ്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ അനുസരിച്ച് ഫ്രെയിം ഔട്ട് ചെയ്തിട്ട് എല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഇന്ന് ഡയറ്റ് പ്ലാൻ ചെയ്ത് നാളെ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടണമെന്നില്ല. ഓവർ ദ പീരീഡ് ഓഫ് ടൈം മനസ്സിലാക്കിയിട്ട് ചേഞ്ചസിന് ഇൻകോപ്പറേറ്റ് ചെയ്യുക. ചിക്കൻ ബ്രസ്റ്റ് അല്ല എടുത്തുക്കണം, സാധാ ചിക്കൻ തൈ എടുത്തുക്കണം. അത് 130 grams. അപ്പോൾ റഫ്ലി അറൗണ്ട് 30 grams ഓഫ് പ്രോട്ടീൻ ഉണ്ടാവും. സോ പുഷ് സെഷന് കാണാൻ ഹിയർ വി ആർ. ഇന്ന് എൻ്റെ എന്താ വെച്ചാൽ 2ാമത്തെ ചെസ്റ്റ്, ലൈക്ക് പുഷ് ഡേ ആണ്. ചെസ്റ്റ് ആൻഡ് ബാക്ക് മൺഡേ അടിച്ചുവല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ഫ്ലാറ്റിലാണ്. ഞാൻ മിക്ക സെറ്റും ആദ്യത്തെ കുറച്ച് റെപ്പും പിന്നെ അവസാനത്തെ റെപ്പായിട്ട് കട്ട് ചെയ്തിടാറ്. ലൈക്ക് ഒരു ഹോൾ സെറ്റ് ആരായിരുന്നു കാണും. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഫുൾ സെറ്റ് കാണിച്ചാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് അടിക്കുമ്പോൾ. One more. ഓൾമോസ്റ്റ് 6. കുഴപ്പമില്ല, നമ്മൾ നല്ല പുഷ് ചെയ്യും. അതായത് ഈ അറ്റം വരെ എത്തിയതാ. പക്ഷേ ഇതായി പിന്നെ സപ്പോർട്ടിന് പിന്നെ ആരും നിൽക്കണില്ല. ഞാൻ വെച്ചാൽ ഒരാൾ ജിമ്മിലില്ലേ, കാണിച്ചു കൊടുത്തേക്ക്. ഞാൻ ഈ ടൈമിൽ വരാറ്. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനും ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആൾക്കാരുള്ളപ്പോൾ ഒരുമാതിരി. അപ്പോൾ ലാസ്റ്റ് അപ്പോൾ ഞാനതാ ക്ലിപ്പ് അവനോട് വിട്ട് വരാൻ പറഞ്ഞു. ഇനി ഞാൻ വെയിറ്റ് കുറച്ച് അടിക്കുക. 35 kgs പഠിച്ചേ. ഇനി 30 kgs അടിക്കാൻ പോവാ ഒരു 8 reps. കാരണം ഇനിയും 35 അടിച്ചെങ്കിൽ മീനിങ്ലെസ് ആവും. കാരണം ഇപ്പം 6 പോയുള്ളൂ. അതിനടിക്ക് തന്ന കാര്യം ഉണ്ടാവില്ല. അപ്പോൾ 2 സെറ്റ് ഓവറായി. പിന്നെ എനിക്ക് ഒരു ഫിറ്റ്നസിനെ കുറിച്ച് പറയാനുള്ളത്, എല്ലാ ദിവസവും എനിക്ക് ഒരുപോലെ രാവിലെ എണീക്കും, പഠിക്കും, ഫുഡ് ഉണ്ടാക്കും, ജിമ്മിന് വരും. ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ അങ്ങനെ ഇപ്പോൾ ബോഡി ബിൽഡിങ് പ്രപ്പൊക്കെ ആയാലും അതുപോലെയാണ്. അതാണ് ഈ ഗെയിമിൻ്റെ ബ്യൂട്ടി.
ഫെഡപ്പ് ആവണ പോലെ ആവും. പക്ഷെ നിങ്ങൾ ആ ജേണി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർക്കൗട്ടും ഓരോ സെറ്റും നിങ്ങൾ അത്രയ്ക്ക് ആസ്വദിക്കും. എനിക്ക് മൺഡേ ടു സൺഡേ വരെ എല്ലാ ദിവസവും ഒരുപോലെ. അതുകൊണ്ട് തന്നെ വീണ്ടും ഷോപ്പ് ചെയ്യുക, ഡിസിപ്ലിൻ, അത് മാത്രമേ ഉള്ളൂ. മോട്ടിവേഷനൊക്കെ കുറച്ച് എന്തായാലും പ്ലേ ചെയ്യുള്ളൂ. മെയിൻ തിങ് ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരുപോലെ ആയാലും വന്ന് ഓരോ വർക്കൗട്ടും പെർഫെക്റ്റായി അടിക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാവണം മൈൻഡ് സെറ്റ്. സോ ഫ്ലാറ്റ് കഴിഞ്ഞു, ഡമ്പലിലേക്ക് മൂവ് ഓൺ ചെയ്തു. ഒരു സെറ്റ് കഴിഞ്ഞു, 6 to 8 reps ഹെവി വെയിറ്റാണ് പോയത്. നെക്സ്റ്റ് സെറ്റ് ഞാൻ 25 kg ട്രൈ ചെയ്യണം. ലൈക്ക് കുറച്ചും കൂടി സ്ലോ ആയിട്ട് കൺട്രോൾ ചെയ്ത് അടിക്കാൻ. ഞാൻ പേഴ്സണലി ബെഞ്ച് പ്രസ് അടിക്കാറില്ല. എനിക്ക് ആ മൂവ്മെൻറ്റിനോട് അധികം ഒരു ബെഞ്ച് പ്രസ് അടിച്ചാൽ ചെസ്റ്റ് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കാത്ത ആളാണ്. കാരണം ഞാൻ ഡമ്പലാണ് പ്രിഫർ ചെയ്യാറ്. ഞാൻ ഫ്ലാറ്റിൽ ഡമ്പലാണ് പ്രിഫർ ചെയ്യുക. കാരണം കുറച്ചുകൂടി സ്ട്രെച്ചും കിട്ടും. എനിക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള മൂവ്മെൻറ്റ് അതാണ്. ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ് ബെഞ്ച് പ്രസ് അടിക്കണോ അടിക്കണ്ടേ എന്നുള്ളത്. നിങ്ങൾക്ക് അത് വർക്കാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം, അത് നിങ്ങളുടെ ചോയ്സ് ആണല്ലോ. ഞാൻ ഫ്ലാറ്റ് 3 സെറ്റ് അടിച്ചു, ഇൻക്ലൈൻ 2 സെറ്റ് അടിച്ചു. സോ ലാസ്റ്റ് മൂവ്മെൻറ്റ് ഫ്ലൈ ആണ്. ലൈക്ക് ഞാൻ ഇത്ര വരെ സ്ട്രെച്ച് ഇറക്കുന്നുണ്ടായിരുന്നു മുന്നേ ഫ്ലൈ അടിക്കുമ്പോൾ. പക്ഷേ എനിക്ക് പിന്നെ അത് കുറച്ച് ഷോൾഡർ ഡിസ്കംഫർട്ട് വന്നു തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു റേഞ്ച് ഓഫ് മോഷൻ വരെ ഇറക്കാറുള്ളൂ. എന്നിട്ട് ആ സ്ട്രെച്ച് ഫീൽ ചെയ്ത് ഫുള്ളായിട്ട് കോൺട്രാക്ട് ചെയ്യും. ഇത് ഞാനൊരു ഹയർ റെപ്പ് റേഞ്ചിന് അടിക്കും, ഒരു 8 to 12 അല്ലെങ്കിൽ മിനിമം 10 എന്നുള്ള രീതിയിൽ. സോ 7 സെറ്റ് കഴിഞ്ഞു. ഞങ്ങൾ 7 സെറ്റും ഓൾമോസ്റ്റ് അഥവാ ഫെയിലിയർ ആണ് 7 സെറ്റും. ലാസ്റ്റ് ഒരു എക്സസൈസ് ഈ ഒരു സംഭവത്തിൽ ചെയ്യാനാണ്, പുഷപ്പ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എലിവേറ്റഡ് ആയതുകൊണ്ട് കുറച്ച് സ്ട്രെച്ച് കിട്ടും. ഞാൻ കുറേ വീഡിയോയിൽ കാണുന്നു ഇതിനെ പറ്റിയിട്ട്. സോ എങ്ങനെയുണ്ട് നോക്കാം. സ്ട്രെച്ച്. മറ്റേ ചെസ്റ്റ് മൂവ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചെയ്തത്. ഞാൻ 2 സെറ്റ് അടിച്ച അവസാനം അടിപൊളിയാണ്. ലൈക്ക് പീക്ക് സ്ട്രെച്ച്. അവസാനത്തെ സെറ്റൊക്കെ നമുക്ക് ശരിക്കും എനിക്ക് നന്നായി കിട്ടി. ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്, ബെസ്റ്റ് മൂവ്മെൻറ്റാണ്. നമ്മൾ ഷോൾഡേഴ്സിലേക്ക് നീങ്ങാണ്. ഞാൻ ലൈക്ക് എന്തായിരുന്നു, ഷോൾഡേഴ്സ് ആൻഡ് ആംസ് ഉണ്ടല്ലോ, ഞാൻ അർണോൾഡിൻ്റെ PPL ആണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ഞാൻ ഓവർ ഹെഡ് പ്രസ് അടിക്കാറുണ്ട്. സോ ഇന്ന് ഞാൻ സൈഡ് ഡെൽറ്റ് മാത്രമേ അടിക്കുള്ളൂ. പുഷ് ഡേന് 7.5 ആണ് പ്രോപ്പർ ഫോം. ഫെയിലായി കഴിഞ്ഞാൽ ഡ്രോപ്പ് സെറ്റ് ആയിട്ട് 5 kgs. One more. One more. One. ഇതാണ് ഒരു സെറ്റ്. ഇതുപോലെ ഞാൻ 2 or 3 സെറ്റ്സ് അടിക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് സ്പാമിങ് ലാറ്ററൽ റൈസസ് ഞാൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഞാനൊരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഏകദേശം ഒരു ദിവസം 7-8 സെറ്റ് വരെ അടിച്ച കാലമുണ്ട്. ലൈക്ക് വെറുതെ സ്പാം ചെയ്യുക. എത്രയാ 20 reps 15 reps ഒക്കെ ഒരു സെറ്റ്. അന്ന് ആ ടൈമിൽ നമുക്കെന്താ വെച്ചാൽ ഇത്രയൊന്നും വേണ്ട എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. തോന്നിയ പോലെ അടിക്കായിരുന്നു. പക്ഷെ അതിനോട് ബെനിഫിറ്റ് കിട്ടിയോ? ഓഫ് കോഴ്സ്. ഷോൾഡേഴ്സ് എനിക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യണ്ടായിരുന്നു. അതെല്ലാവരും ചെയ്യണോ? വേണ്ട. ഞങ്ങൾക്ക് പിറ്റേ ദിവസം കൈ വെക്കാൻ പറ്റായിരുന്നില്ല എനിക്കൊന്നും, എന്നിട്ട് അടിക്കും വന്നിട്ട്. അപ്പം അതുകൊണ്ട് ഒരു സോളിഡായിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റ്
ഡ്രോപ്പ് സെറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം 15+ reps ആയി രണ്ടും കൂടിയിട്ട്. എന്നിട്ട് 3 സെറ്റ് അടിച്ച് തന്നെ ഷോൾഡേഴ്സ് നന്നായി ഗ്രോ ആവും. ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ലൈക്ക് കേബിളിൽ സിംഗിൾ ഹാൻഡ് അടിക്കുക. അത് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഷോൾഡേഴ്സ് നല്ല രീതിയിൽ ഗ്രോ ആവും. സോ സെക്കൻഡ് സെറ്റ് 10 kgs അടിക്കാന്ന് വെച്ചിട്ടാ ഒരു 8 to 10 പ്ലാൻ ചെയ്യണേ. ലെറ്റ്സ് സീ. അതിപ്പോൾ ഇവിടെ ഡ്രോപ്പ് സെറ്റ് ഉണ്ട് പറഞ്ഞ പോലെ. ലാസ്റ്റ് വൺ. One more. പറ്റാത്ത റെപ്സ്. ആൻഡ് ഷോൾഡേഴ്സ് ഓവർ. ട്രൈസ് ഞാൻ ഗ്രോ ചെയ്യണ പറ്റി വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ട്രൈസ് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. സോ if you guys want that, let me know. അപ്പം ഞാൻ അതുപോലെ ട്രൈസിൻ്റെ എന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ അതിനനുസരിച്ചൊരു വീഡിയോ ചെയ്യാം. കാരണം എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഒരുപോലെയാണ്. ഇതുതന്നെയാണ് എൻ്റെ എൻറ്റയർ 365 ഡേയ്സും റുട്ടീൻ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ അത്യാവശ്യം ബോഡിയിൽ എത്തിച്ചത്. കാരണം പ്രോപ്പറായിട്ട് എല്ലാ ന്യൂട്രീഷൻ അപ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്ത് എവറിത്തിങ് പിൻ പോയിന്റ് ആക്കാനാണ് ഞാൻ മാക്സിമം നോക്കുക. അതിൽ ഒരു ഇയറിൽ ഒരു 5 to 6 ടൈംസ് ആണ് ഞാൻ ഓഫ് ട്രാക്ക് പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡൊക്കെ അടിച്ച് സന്തോഷമായിട്ടിരിക്കുക. അല്ലാണ്ട് ഡ്രീമിനെ ചേസ് ചെയ്ത് മാത്രം. സോ ഹോപ്പ് ദാറ്റ് വീഡിയോ ഹെൽപ്സ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.